കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുന്ന അഭയം ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനത്തിനെതിരെ ബാരിക്കാട് ജനകീയ ആക്ഷൻ കമ്മിറ്റി ചെങ്കള പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അതേസമയം സമരം ഡയാലിസിസ് ചെയ്യാനെത്തുന്നവർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും സംഭവത്തിൽ അധികൃതർ ഇടപെടണമെന്നുള്ള ആവശ്യവും ശക്തമാണ്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ചെങ്കള പഞ്ചായത്ത് ഭരണസമിതിയും അഭയം ഡയാലിസിസ് മാനേജ്മെന്റും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നും അഭയത്തിലെ അനധികൃത നിർമ്മിതികൾ പൊളിച്ചുമാറ്റണമെന്നും ജലസ്രോതസ്സുകൾ മലിനമാക്കുന്ന അഭയം ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനാനുമതി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബാരിക്കാട് ജനകീയ ആക്ഷൻ കമ്മിറ്റി ചെങ്കള പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത്. PCC ജനറൽ സെക്രട്ടറി MC പ്രഭാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പാർശ്വഫലങ്ങൾ കൂടി അത് കണക്കാക്കിക്കൊണ്ട് അതിന് അനുവാദം കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് രാസമാലിന്യങ്ങൾ ഉണ്ടാവും. ആ 10 പേർക്ക് തുടങ്ങിയവാനുള്ള സെന്റർ അതിന് അനുവാദം കൊടുത്തതിന് ശേഷം അത് ലാഭകരമാണ്, അത് ലാഘവകരമാണ്, അതൊരു കച്ചവടമാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു ചാരിറ്റി പ്രവർത്തിക്കാൻ പാടില്ല. അത് ഈ ഡയാലിസിസ് രോഗികളുടെ ആരോഗ്യത്തിന് എത്രമാത്രം ഗുണപ്രദമാകുമോ അതുപോലെ നാട്ടുകാരുടെ ആരോഗ്യം കൂടി പരിശോധിക്കേണ്ടതായിട്ട് വരും. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ A മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. ഡോക്ടർ C സുരേന്ദ്രനാഥ്, മേരി അബ്രഹാം, ഖാദർ അറഫ, നഹാവുദ്ദീൻ, അബ്ദുൾ റസാഖ്, സത്താർ ഹാജി, BB കൃഷ്ണൻ, ബേബി ദാമോദരൻ, അബ്ദുൾ സലാം, B അബ്ദുൾ മുനീർ, PA ഹനീഫ എന്നിവർ സംസാരിച്ചു. എത്രയും പെട്ടെന്ന് ഡയാലിസിസ് കേന്ദ്രം മാറ്റിസ്ഥാപിച്ച് നാട്ടിൽ ശുദ്ധജലം ഉറപ്പുവരുത്തണമെന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. ഡയാലിസിസ് സെന്ററിൽ സെപ്റ്റി ടാങ്ക് നിറഞ്ഞൊഴുകിയതിനെ തുടർന്ന് മാലിന്യം കയറ്റാനെത്തിയ ടാങ്കർ ലോറി നാട്ടുകാർ തടഞ്ഞിരുന്നു. ആവശ്യമായ പരിശോധന നടത്താതെ ഡയാലിസിസ് സെന്ററിന് പ്രവർത്തനാനുമതി നൽകിയ നടപടികൾക്കെതിരെയാണ് ജനകീയ പ്രതിഷേധം ശക്തമാകുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉൾപ്പെടെ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ കർമ്മസമിതിയുടെ പരാതി ശരിയാണെന്ന് തെളിഞ്ഞിരുന്നു. മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാതെ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കാൻ ഇടയാക്കിയത് അധികൃതരുടെ കടുത്ത അനാസ്ഥയാണെന്ന് കർമ്മസമിതി നേതാക്കൾ പറഞ്ഞു. കിണറുകളുടെ എണ്ണം കൂടിക്കൊണ്ട് ഇത് മലിനമാകുന്നത്. അതിനുശേഷമാണ് നാട്ടുകാർ ഇതിനെ ശാസ്ത്രീയ പരിശോധനയിലേക്ക് നീങ്ങിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർക്ക് മനസ്സിലായി ഇത് രാസമാലിന്യം കലരുകയാണ് കിണറിലേക്കെന്ന്. അത് ഇതുമായി അപ്പോഴാണ് കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്ത പ്രകാരം എല്ലാ അധികാരികൾക്കും വീണ്ടും പരാതി സമർപ്പിച്ചതിൻ്റെ അധികാരി ഈ പരാതി സമർപ്പിച്ച് അവർ വന്ന് അന്വേഷിച്ച് കണ്ടെത്തിയത് ഈ അഭയത്തിൽ യാതൊരുവിധ മാനദണ്ഡവും പാലിക്കുന്നില്ല. STPO, ETPO ഇതുപോലെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നില്ല. നേരിട്ട് 30,000-ഓളം മലിനജലം ഭൂമിയിലേക്ക് നേരിട്ട് ഇറക്കുകയാണ് ചെയ്യുന്നതെന്നാണ്. ഡയാലിസിസ് ചെയ്ത മലിനജലം ഭൂമിയിലേക്ക് ഇറക്കി അത് ഭൂമിക്കടിയിലൂടെ അത് വ്യാപിപ്പിച്ച് നാട്ടിലെ കിണറുകളെല്ലാം മലിനമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ റിപ്പോർട്ട് കിട്ടിയത്. അത് പ്രകാരമാണ് അവർ അതിനൊരു നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ജനങ്ങൾ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. 80 ദിവസമായിട്ടും ഇതിന് പരിഹാരം കാണേണ്ട ഇത്രയുള്ള നിയമലംഘനം കയ്യോടെ പിടികൂടിയിട്ടും അതിനുള്ള പരിപൂർണ തെളിവ് ഞങ്ങൾ ഹാജരാക്കിയിട്ടും എല്ലാ പരിശോധനയും ഇവരിത് ചെയ്ത് മനഃപൂർവ്വമാണെന്ന് വ്യക്തമായിട്ട് ഒരു നടപടിയും എടുക്കാൻ ഒരു അധികാരികളും തയ്യാറാകുന്നില്ല. 77ഓളം പേർ നിലവിൽ ഇവിടെ ഡയാലിസിസിനായി എത്തുന്നുണ്ട്. അതേസമയം നാട്ടുകാരുടെ പ്രശ്നം കാരണം ഡയാലിസിസ് മുടങ്ങിയെന്ന പരാതിയും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഡയാലിസിസിനായി ഇവിടെ എത്തുന്നവർ പറയുന്നത്. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ട് രോഗികൾക്ക് ഡയാലിസിസിനായി സൗകര്യം ഒരുക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത്. ഞാൻ അഭയ എന്ന സ്ഥാപനത്തിൽ ഡയാലിസിസ് തുടങ്ങിയിട്ട് വർഷങ്ങളോടായി. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ഓരോ വ്യക്തികൾക്കും ഇതുപോലെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും ചെയ്തുകൊണ്ടാണ് ഇതുവരെ ഡയാലിസിസ് ചെയ്തുകൊണ്ടുവരുന്നത്. നാട്ടുകാരുടെ പ്രശ്നം കാരണം ഞങ്ങൾക്ക് ഡയാലിസിസ് മുടങ്ങിയിട്ട് മാസങ്ങളോടായി. ഇപ്പോൾ ഇതുവരെ ഇത് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ടിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം എന്നാണ് എനിക്ക് പറയാൻ. ഇവിടെ എത്തുന്നവർക്ക് എല്ലാവിധ സംവിധാനവും നിലവിൽ ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. നാട്ടുകാരുടെ സമരത്തെ തുടർന്ന് പുറത്തുപോയി ഡയാലിസിസ് ചെയ്യുമ്പോൾ അധിക ചെലവാണ് വരുന്നതെന്നും പരാതി ഉയരുന്നുണ്ട്. എൻ്റെ അച്ഛനാണ് ഇവിടുന്ന് ഡയാലിസിസ് ചെയ്യുന്നത്. ഒരു 6-7 മാസമായി ചെയ്യുന്നത്. ഭയങ്കര കഷ്ടത്തിലാണ്. ഹർണി പേഷ്യൻ്റാണ് അയാൾ. എവിടെയും കൂട്ടിയിട്ടോ എവിടെയും പോകാൻ പറ്റില്ല. പക്ഷെ അഭയത്ത് നിന്ന് കിട്ടിയത് നല്ലൊരു ഇതാണ് കിട്ടിയത്. ഫുഡിനായാലും ഇഞ്ചക്ഷനായാലും എന്തിനും അങ്ങനെ ഒരു ഇതായിട്ടില്ല. പിന്നെ സ്റ്റാഫായിട്ടും നല്ലൊരു കോപ്പറേഷനാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇത് വേണം തന്നെയാണ് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്.
അച്ഛനെ എപ്പോഴും വണ്ടിയിലാണ് കൊണ്ടുവരില്ല. ഇങ്ങനെ നടത്തിയിട്ട് ഇപ്പം ടൗണിൽ പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് നല്ല പൈസ ആവുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഡയാലിസിസ് ചെയ്യുവാണെങ്കിൽ എല്ലാത്തിനും ഇപ്പം മിന്നാൻ തന്നെ ഇടയിൽ നാട്ടുകാരെല്ലാം മുടക്കിയിട്ട് ഞങ്ങൾക്ക് കുറേ ഒരു 3,000-3,500 അവിടെ എല്ലാം എല്ലാ ചെലവും വന്നു. അതൊന്നും ഇതാക്കാൻ പറ്റൂല. ഇവൻ അതും അല്ലാണ്ട് ഞങ്ങൾക്കൊരു വീട് പോലും ഇല്ല. അപ്പൊ ആ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു അഭയം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഇതാണ്. പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നത്തിനും ഡയാലിസിസ് രോഗികൾ നേരിടുന്ന പ്രശ്നത്തിനും പരിഹാരം കാണാൻ അധികൃതർ കണ്ണു തുറക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.